അപകടങ്ങൾ തുടർക്കഥയായതോടെ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാത ദുരിതക്കളമായി മാറുന്നതായി ആരോപണം. വാഴക്കോട് മുതൽ പ്ലാഴി വരെ 22.72 കിലോമീറ്റർ ദൈർഘ്യമുള്ള സംസ്ഥാന പാതയിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടും അപകട സാധ്യതയേറിയ വളവുകളും തിരിവുകളും അതേപടി തുടരുന്നുവെന്നാണ് പ്രധാന വിമർശനം. ബുധനാഴ്ച രാവിലെ ചേലക്കോട് ജംഗ്ഷന് സമീപം ഇൽമയുടെ പാൽ ലോറി ചായക്കടയിലേക്ക് ഇടിച്ചു കയറി രണ്ടുപേർ മരിക്കാനിടയായതാണ് ഒടുവിലത്തെ സംഭവം. അപകടത്തിൽ ചായക്കടയ്ക്കും സമീപ പ്രദേശങ്ങൾക്കും വലിയ രീതിയിൽ നാശനഷ്ടമുണ്ടായി. സ്ഥിരമായി അപകടങ്ങൾ നടക്കുന്ന മേഖലയാണ് ചേലക്കോട് ജംഗ്ഷന് സമീപത്തെ വളവ്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി BM&BC നിലവാരത്തിൽ 105.12 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. റോഡിന്റെ ഉപരിതലം മെച്ചപ്പെട്ടെങ്കിലും അപകടങ്ങൾക്ക് കാരണമാകുന്ന പല വളവുകളും തിരിവുകളും മാറ്റിയില്ല എന്നതാണ് പ്രധാന ആരോപണം. പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലും ആവശ്യമായ വീതിയും ലഭിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കൂപ്പിപ്പടി, ചേലക്കോട്, കായാമ്പൂവ മേഖലയിൽ മാത്രം നിരവധി അപകടങ്ങളാണ് ഇതിനോടകം ഉണ്ടായിട്ടുള്ളത്. നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം കഴിഞ്ഞ വർഷം ഈ പാതയിൽ 14 അപകടങ്ങൾ ഉണ്ടായതായും അതിൽ 5 പേർ മരിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. കോടികൾ ചിലവഴിച്ചുള്ള റോഡ് നവീകരണ സമയത്ത് തന്നെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ സന്നദ്ധ സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിരുന്നു. ചേലക്കോട് ഉൾപ്പെടെയുള്ള അപകട സാധ്യതയേറിയ ഭാഗങ്ങളിൽ റോഡിന്റെ വശങ്ങളിൽ ആവശ്യമായ സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കാതിരുന്നതും കാനകൾ ഒരുക്കാതിരുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് മഴവെള്ളത്തോടൊപ്പം മണ്ണും മണലും മറ്റും റോഡിലേക്ക് ഒഴുകിയെത്തുന്നതും വാഹനയാത്രയ്ക്ക് ഭീഷണിയാകുന്നുണ്ട്. ഇതിനോടകം നിരവധി അപകടങ്ങൾ റോഡിലെ സൂചനാ ബോർഡുകളിൽ നശിപ്പിച്ചു. പകരം ബോർഡുകൾ സ്ഥാപിക്കാൻ നിർമ്മാണ കമ്പനി തയ്യാറായിട്ടില്ലെന്നതും ആരോപണമാണ്. പ്രളയം, മണ്ണിടിച്ചിൽ തുടങ്ങി പ്രകൃതിക്ഷോഭങ്ങളെ അതിജീവിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് റോഡ് പുനർനിർമ്മിച്ചതെന്നാണ് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അപകട സാധ്യത കുറയ്ക്കുന്നതിനുള്ള അടിസ്ഥാന സുരക്ഷാ സംവിധാനങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. ബുധനാഴ്ച അപകടമുണ്ടായ സ്ഥലത്ത് നിർമ്മിച്ച കലുങ്കിന് വീതി കുറവാണെന്ന ആരോപണം നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. അപകടകരമായ വളവ് നിവർത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും KSTPയോ നിർമ്മാണ കമ്പനിയോ നടപടി സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ചായക്കടയ്ക്ക് മുന്നിലെ വലിയ കാനയിലേക്ക് 2025 ജൂണിൽ സ്കൂട്ടർ യാത്രികനായ യുവാവ് വീണ്ടും മരിച്ചിരുന്നു. അന്നും റോഡിന്റെ അരികിൽ മെറ്റൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തതാണ് അപകടത്തിന് കാരണമെന്ന ആരോപണവും ഉയർന്നിരുന്നു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ അപകട സാധ്യതയേറിയ മുഴുവൻ ഭാഗങ്ങളിലും സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുകയും ആവശ്യമായ സുരക്ഷാ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്യണമെന്ന KSTPയോട് രേഖാമൂലം ആവശ്യപ്പെട്ടതായി കുണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK സത്യഭാമ അറിയിച്ചു. ബുധനാഴ്ച അപകടത്തിൽ മിൽമ പാൽ ലോറി ഇടിച്ചു കയറിയ ചായക്കടയുടെ ഉടമ നെയ്ത്തുകുളങ്ങര ശശിധരൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. തിരുവോണമായതിനാൽ ചായക്കട പൂർണ്ണമായി പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല. ചായ ചോദിച്ചെത്തിയവർക്ക് ചായ നൽകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ശശിധരൻ. ഇതിനിടെയാണ് ചേലക്കര ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ വാഹനത്തിന്റെ ഇരമ്പൽ കേട്ടത്. വാഹനം ഇടതുവശം ചേർന്ന കടയുടെ മുൻപിലേക്ക് വരുന്നത് കണ്ടതോടെ മുന്നിൽ നിന്നവരോട് ഓടിക്കോളാൻ പറഞ്ഞ് താൻ പിന്നിലേക്ക് മാറുന്നതിനിടെയാണ് ലോറി കട തകർത്ത് അകത്തേക്ക് കയറിയതെന്ന് ശശിധരൻ പറയുന്നു. തീറ്റുമേഞ്ഞ കമ്പിയുടെ ഒരു ഭാഗം തലയിൽ തട്ടി പരിക്കേറ്റു. ഇതിനു മുൻപും ചായക്കടയ്ക്ക് മുമ്പിൽ നിരവധി വാഹനാപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നേരിട്ട് അപകടത്തിനിരയാകുന്നത് ആദ്യമായാണെന്നും ശശിധരൻ വ്യക്തമാക്കി. അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ അടിയന്തരമായി സുരക്ഷാ പരിശോധന നടത്തി അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആവശ്യമായ ശാസ്ത്രീയ മാറ്റങ്ങൾ വരുത്തണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്.